നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ മൂന്നാം വട്ട സർവേ പൂർത്തിയാക്കി AICC. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടിയിൽ VS ജോയിയും, തൃത്താലയിൽ VT ബൽറാമും, തൃശൂരിൽ സന്ദീപ് വാര്യരും മത്സരരംഗത്തിറങ്ങുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടി, തൃത്താല, തൃശൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം VS ജോയി, VT ബൽറാം, സന്ദീപ് വാര്യർ തുടങ്ങിയ പേരുകൾക്കാണ് മുൻതൂക്കം. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും, തിരുവനന്തപുരം സെൻട്രലിൽ KS ശബരിനാഥനും, പീരുമേട്ടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യറും പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഉദുമയിൽ BP പ്രദീപ് കുമാർ, തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ്, തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ റഷീദ്, പയ്യന്നൂരിൽ മുഹമ്മദ് ഷമാസ്, കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി, പേരാമ്പ്രയിൽ VR അനൂപ്, കൊയിലാണ്ടിയിൽ KM അഭിജിത്ത്, കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ VT സൂരജ്, തവനൂരിൽ AM രോഹിത്, പട്ടാമ്പിയിൽ റിയസ് മുക്കോളി, കുന്നംകുളത്ത് സോയ ജോസഫ്, മണലൂരിൽ ശോഭ സുബിൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, കോതമംഗലത്ത് ജിൻഡോ ജോൺ, അമ്പലപ്പുഴയിൽ AR കണ്ണൻ, കായംകുളത്ത് അരിത ബാബു, കാഞ്ഞിരപ്പള്ളിയിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, കഴക്കൂട്ടത്ത് JS അഖിൽ, ചിറയിൻകീഴ് BS അനൂപ്, നെടുമങ്ങാട് BRM ഷഫീർ, വർക്കലയിൽ MJ ആനന്ദ്, അരുവിക്കരയിൽ MR ബൈജു തുടങ്ങിയ പേരുകൾക്കാണ് മുൻഗണന. നിർദ്ദിഷ്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ യുവമുഖങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ നിർദ്ദേശം നൽകുമെന്നാണ് വിവരം. അതേസമയം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും AICC നേരിട്ടാകും മേൽനോട്ടം വഹിക്കുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ തന്നെ കോൺഗ്രസ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു, പലവട്ടം സർവേകൾ പൂർത്തിയാക്കി. കേരളത്തിൽ ഭരണരംഗത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ ചില നിർണായക നീക്കങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ടായേ മതിയാകൂ എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നടത്തിയതാണ്. ഇതിലേറ്റവും പ്രത്യേകിച്ച് ഘടകകക്ഷികൾ, UDFിലെ ഘടകകക്ഷികൾ അവരുടെ സീറ്റുകൾ നിലനിർത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ളവർ. കോൺഗ്രസ് അവരുടെ പഴയ ശക്തി പ്രകടിപ്പിക്കണം, സീറ്റുകളിലേക്ക് തിരികെ വരണം, നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കണം. ഇതിനുണ്ടാക്കുന്ന ഫോർമുലയിലാണോ ഈ പേരുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം പേരുകാരിലേക്ക് ചില പേരുകാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്, പക്ഷേ അവർ ശക്തി തെളിയിച്ചവരാണ്. ശോഭ സുബിനും അരിത ബാബു അടക്കമുള്ള പേരുകാരെ നമുക്ക് ഓർത്തെടുക്കാവുന്നതുമാണ്. അതുകൊണ്ടുകൂടിയാണോ യുവമുഖത്തെ പുറത്തിറക്കി സാധ്യത കുറഞ്ഞ ഇടങ്ങളിൽ നിന്നും വിജയിച്ച് കയറാനുള്ള സാധ്യത പരിശോധിക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം? സജിത്ത്, ഏതു വിധേനയും കേരളത്തിൽ ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് കാലേക്കൂട്ടി തന്നെ പ്രചാരണ പരിപാടികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതടക്കമുള്ള നടപടികൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സജീവമായിരിക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഉൾപ്പെടെ നിർണായകമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നത് AICC നേതൃത്വം നേരിട്ടാകും. അതിനുവേണ്ടി പ്രത്യേക കോർ കമ്മിറ്റിക്ക് രൂപം നൽകിക്കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായാണ് ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ ഇങ്ങനെ 3ആയി തിരിച്ചുകൊണ്ട് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ആ പട്ടികയിൽ C ക്ലാസ് വിഭാഗത്തിൽ പരിഗണിക്കുന്ന ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിലേക്ക് യുവമുഖങ്ങളെ ഇറക്കിക്കൊണ്ട് നിർണായകമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കാനുള്ള നീക്കമാണ് AICCയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെയാണ് സന്ദീപ് വാര്യർ, VT ബൽറാം, അതോടൊപ്പം മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി തുടങ്ങിയവരെ തിരുവമ്പാടി, തൃശൂർ, തൃത്താല എന്ന മണ്ഡലങ്ങളിലേക്കൊക്കെ പരിഗണിക്കുന്ന കാര്യം സജീവമായി തന്നെ പരിഗണിക്കുന്നത്. അതോടൊപ്പം ഈ മണ്ഡലങ്ങളിലേക്ക് പ്രവർത്തനം വിപുലപ്പെടുത്താൻ ഈ നിർദ്ദിഷ്ട മണ്ഡലങ്ങൾക്കൊപ്പമുള്ള ഈ പേരുകാർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് AICC ഉടൻ തന്നെ നിർദ്ദേശം നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ പ്രാദേശികമായ എതിർപ്പുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് യുവജന സംഘടനകൾ അടക്കം പിന്തുണ ഉറപ്പാക്കി ഇവരെ പ്രചാരണ രംഗത്തേക്ക് അനൌദ്യോഗികമായി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് AICC നടത്തുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ മാത്രം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്ന പതിവ് ശൈലിയിൽ നിന്ന് വിപരീതമായി
ഭാഗമായി പൊട്ടിത്തെറികളും മറ്റ് ഉൾപാർട്ടി പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ജയസാധ്യതകളെ ബാധിക്കാതിരിക്കുക എന്നൊരു നീക്കത്തിന്റെ ഭാഗമായാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിലേക്ക് കടക്കാനുള്ള AICCയുടെ തീരുമാനം. അതിൽ തന്നെ യുവമുഖങ്ങളെ രംഗത്തിറക്കിയാൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ കൃത്യമായ ഒരു പോരാട്ടം കാഴ്ചവെച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിർണായക നീക്കത്തിന് AICC തയ്യാറെടുക്കുന്നത്. ഡാൻ, തിരികെ വരാം. സണ്ണിക്കുട്ടി എബ്രഹാം, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, യുവമുഖങ്ങളെ കളത്തിലിറക്കി ഒരു പുതിയ പരീക്ഷണം എന്നത് കോൺഗ്രസിന്റെ ഒരു നീക്കമാവാം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, വളരെ നേരത്തെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുക. കോൺഗ്രസിൽ എപ്പോഴും തർക്കമുണ്ടാവുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. അത് തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ വലിയ വിവാദത്തിലും ആവാറുണ്ട്. പക്ഷേ ഇത്തവണ നേരത്തെ തയ്യാറെടുക്കുന്നു എന്നത് ഒരു പുതിയ കാല സ്ട്രാറ്റജിയാണോ? എന്താണ് കോൺഗ്രസിന്റെ ഈ നീക്കത്തിന് പിന്നിൽ? ഇതിനെ ഒരു പുതിയ കാല സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വാർത്ത നിങ്ങളുടെ ഈ വാർത്ത എക്സ്ക്ലൂസീവ് വാർത്ത കേട്ടപ്പോഴ് ഞാൻ അവിടുത്തെ 1970 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് വെറും 9 സീറ്റാണ്. അപ്പൊ അന്ന് വലിയൊരു പരാജയം. അന്ന് സപ്തകക്ഷി മുന്നണി EMSന്റെ നേതൃത്വത്തിൽ 117 സീറ്റോളം ജയിച്ചു. അന്ന് 133 സീറ്റാണ് മൊത്തത്തിൽ. അന്ന് കോൺഗ്രസിന് കിട്ടിയത് 9 സീറ്റാണ്. അത് കഴിഞ്ഞ് 70 ആകുമ്പോഴേക്ക് KSU യൂത്ത് കോൺഗ്രസ്, ചെറുപ്പക്കാരുടെ ഒരു ശക്തി കോൺഗ്രസിൽ, അവിടെ ഒരു പുതിയ യൗവനത്തിന്റെ ചെറുപ്പത്തിന്റെ ഒരു ആവേശം അത് കോൺഗ്രസിലേക്ക് സന്നിവേശിപ്പിച്ചു. അവിടെ അത്തവണ ധാരാളം ചെറുപ്പക്കാർക്ക് AK ആന്റണി, ഉമ്മൻചാണ്ടി, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, EC ഷൺമുഖദാസ്, N രാമകൃഷ്ണൻ, അങ്ങനെ കുറേ ചെറുപ്പക്കാരെ അവർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിച്ചു. അതൊരു കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ തുടക്കമായിരുന്നു. അത് സാധാരണഗതിയിൽ ഒരു സീറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീനിയർ ലീഡേഴ്സിനാണ്. ഇത്തവണ അത് മാറിയിട്ട് 70 അത് മാറിയിട്ട് ധാരാളം ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്നു. ചെറുപ്പക്കാർ പ്രചാരണ രംഗത്തും പ്രവർത്തന രംഗത്തും കൂടുതൽ സജീവമാകുന്നു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസ് സാധിച്ചു. അങ്ങനെ യൂത്ത് കോൺഗ്രസും KSUമാണ് അന്ന് എന്താ പറയാ ക്ഷീണിച്ചു നിന്നിരുന്ന കോൺഗ്രസിനെ ഒരു തിരിച്ചുവരവിലേക്ക് നയിച്ചത്. സ്വാഭാവികമായിട്ടും കരുണാകരന്റെ നേതൃത്വം ഉണ്ടായിരുന്നു, അത് ഞാൻ മറക്കുന്നില്ല. അപ്പൊ ഇത് ഇത്തവണയും അതുപോലെ തന്നെയാണ്. ഈ നമ്മുടെ 21 സീറ്റ് എന്നൊന്നും പറയുന്നതൊക്കെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ മോശപ്പെട്ട ഒരു സംഖ്യയാണല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും കൂടുതൽ സീറ്റുകൾ നേടാനും അധികാരത്തിലേക്ക് തിരിച്ചു വരാനും പറ്റണമെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാരുടെ ശേഷി, അവരുടെ ശക്തി, അവരുടെ ഊർജം അതൊക്കെ ഉപയോഗിക്കുക തന്നെ വേണം. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഇടക്കാലത്തേതുപോലല്ല, കുറച്ചുകൂടെ സജീവമായിട്ടുണ്ട്. അവര് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ചതാണ്. കൊള്ളാവുന്ന ധാരാളം നേതാക്കളുണ്ട്, അവർ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്നത് ഒരു നല്ല ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. അത് കൂടുതൽ ഫലം ഇപ്പൊ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന, അല്ലെ UDF ജയിച്ചുകൊണ്ടിരുന്ന, പിന്നീട് കൈവിട്ടു പോയ, ഇനിയും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാല് ജയിക്കാൻ പറ്റുന്ന, അതിനെ നമ്മൾ C ക്ലാസ് ഒന്നും B ക്ലാസ് ഒന്നും പറയണ്ട. അത് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ KPSC പറഞ്ഞത് ഒരു C ക്ലാസ് സീറ്റാണിത്, നിങ്ങൾ 2ാം സ്ഥാനത്ത് വന്നാൽ നിങ്ങൾ ജയിച്ചതായിട്ട് കരുതിക്കൊള്ളാം, അവിടെയാണ് ജയിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച്, അപ്പൊ ഈ വെറുതെ ഓരോ സീറ്റ് ഓരോരുത്തരെ ഏൽപ്പിച്ച് നിങ്ങളോട് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ പോരാ. അവര് കൃത്യമായിട്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതിനൊരു മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം KPCCയിൽ ഉണ്ടാകുകയും വേണം. അതിപ്പോ ഈ 8ഓ 10ഓ സീറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, കുറെ കൂടെ മണ്ഡലങ്ങളില് നേതാക്കളെ, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവർക്ക് സൗജന്യ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒരു മോണിറ്ററിംഗ് നടക്കണം. അതാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഒരാളെ ഏൽപ്പിച്ചു വിട്ടിട്ടൊന്നും, ഇത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന് ഇനിയും 8-10 മാസമുണ്ട്, അപ്പോഴത്തേക്ക് ഈ ആവേശമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. തുടക്കത്തിലെ ആവേശം വേണമെന്നില്ല, പക്ഷേ കൃത്യമായ ഒരു മോണിറ്ററിംഗ് വേണം. അതിനുള്ള ഒരു സംവിധാനം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിന്റെ നേട്ടം കൊയ്യാൻ സാധിക്കും. ഓക്കെ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, പക്ഷേ ഒരു സംശയം, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ജനപ്രതിനിധികളായിരിക്കുന്നവരിലപ്പുറം മുതിർന്ന മുഖങ്ങൾ, അവസരം കിട്ടാത്ത അല്ലെങ്കിൽ മുമ്പ് MLA-മാരായിരുന്ന ഒരു മുഖമുണ്ട്. അവർക്ക് വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവാം. അത്തരം ആൾക്കാരുടെ ഒരു ക്ലെയിം ഇതിനെതിരെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ? അതല്ല ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ശബ്ദങ്ങൾ കോൺഗ്രസിൽ അത്ര ദുർബലമായിരിക്കുമോ? അല്ല, അത്തരം ആഗ്രഹങ്ങൾക്കൊന്നും ഇതില്ലല്ലോ, ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ലല്ലോ. ആർക്കും ആഗ്രഹിക്കാം. പക്ഷെ നമുക്ക് കോൺഗ്രസ് ഇവിടെ ആലോചിക്കേണ്ടത് വിന്നബിലിറ്റി മാത്രമായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും മതസ്വാധീനങ്ങള്,
ജാതിയുടെ സ്വാധീനം, അല്ലെങ്കിൽ സഭകളുടെ സ്വാധീനം, സാമുദായിക സംഘടന സ്വാധീനം ഒന്നും ആവരുത്. വിന്നബിലിറ്റി എന്നുള്ള ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്തണം. അതിനകത്ത് ചിലപ്പം കഴിഞ്ഞ തവണ ഒരു തവണ ആയിട്ട് പിന്നെ ആകാൻ പറ്റാത്ത പോയവർ ചിലപ്പോൾ പരിഗണിക്കപ്പെട്ടേക്കാം.